ഓം ശാന്തി. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയുടെ പേരാണ് സത്യം എന്ന് പറയുന്നത്. സത്യത ഒരു മനുഷ്യൻ്റെ സഭ്യതയാണ്. ഹൃദയത്തിൽ സത്യമുള്ള ആളുകൾ ആരോടും വാശി പിടിക്കാൻ പോവാറില്ല. കാരണം നമ്മളെല്ലാവർക്കും അറിയാം, അവരെ മനസ്സ് പറയും സത്യം ഇന്നല്ലെങ്കിൽ നാളെ ജയിക്കും. അതുകൊണ്ടാണ് പറയാറ്, സത്യത്തെ ആർക്കും തെളിയിക്കേണ്ടതില്ല, സത്യം സ്വയമേവ തെളിയുന്നതൊന്നാണ്. ഹിന്ദിയിൽ ഒരു ചൊല്ല് പറയും, സച്ച് തോ ബിഠോ നച്ച് എന്ന് പറയാറുണ്ട്. സത്യം നൃത്തം ചെയ്യും എന്നർത്ഥം. സത്യത്തിന് തോണി ആടാം ഒലയാം, പക്ഷെ അതൊരിക്കലും മുങ്ങില്ല. അതുകൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും, ജീവിതത്തിൽ എത്ര തന്നെ കയറ്റിറക്കങ്ങൾ ഉണ്ടാകിയാലും സത്യത്തിൻ്റെ ശക്തിയെ മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും തത്സമയം നമുക്ക് തോൽവി എന്ന് തോന്നിയാൽ പോലും ജീവിതത്തിൽ വലിയ ജയം നേടിത്തരാൻ ആ സത്യത്തിൻ്റെ ശക്തിക്ക് മാത്രമേ സാധിക്കൂ. അതിനൊരു ചെറിയ ഉദാഹരണമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു രാജ്യത്ത് ശ്രേഷ്ഠനായ യോഗ്യനായ ഒരു രാജകുമാരനുണ്ടായിരുന്നു. അവനെപ്പോഴും സത്യമാണ് തൻ്റെ ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് മാനിച്ചിരുന്ന ആളായിരുന്നു. കുമാരൻ വിവാഹപ്രായമായി. അദ്ദേഹം എനിക്ക് യോഗ്യയായ ഒരു രാജകുമാരി തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ സത്യത്തെ തൻ്റെ ജീവിതത്തിൻ്റെ വ്രതമാക്കിയ ഒരു കുമാരിയായിരിക്കണം എൻ്റെ ജീവിത പങ്കാളി എന്ന് ആ രാജകുമാരൻ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ആ രാജകുമാരൻ സ്വയം വരുന്നതായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഒരുക്കം ആരംഭിച്ച സമയത്ത് അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഒരു പരീക്ഷ ഞാൻ നടത്തും, ആ പരീക്ഷയിൽ പാസ്സാകുന്ന ആളെ ഞാൻ എൻ്റെ ജീവിത സഖിയായി ഈ രാജ്യത്തിലെ മഹാറാണിയായി വാഴിക്കുന്നതാണ് എന്ന്. അങ്ങനെ ആ പരീക്ഷണത്തിൻ്റെ ദിവസമായി. അവിടുത്തെ ഒരു ദാസിയുടെ പുത്രി ഉണ്ടായിരുന്നു. സുന്ദരയും സുശീലയുമായിരുന്ന ആ ദാസികുമാരിക്ക് രാജകുമാരനോട് അതിയായിട്ടുള്ള ആകർഷണം ഉണ്ടായിരുന്നു. പക്ഷേ മാതാപിതാക്കൾക്കും ദാസികുമാരിക്കും അറിയാം, രാജകുമാരനൊരിക്കലും ഒരു ദാസി പുത്രിയെ വരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും നടക്കാത്തതായിരിക്കുന്ന എൻ്റെ സ്വപ്നമാണ്, വലിയ വലിയ സമ്പന്നന്മാരുടെ പുത്രികൾ, ഒരുപാട് വിദ്യാഭ്യാസം നേടിയവരൊക്കെ വരും, പിന്നെ ഞാൻ അതിനു വേണ്ടി പോകണ്ടെന്ന് ദാസികുമാരി വിചാരിച്ചു. ആ സമയത്താണ് ഈ രാജകുമാരൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ വെറുതെ ഒരു പരിശ്രമം എനിക്കും ചെയ്തു നോക്കാലോ എന്ന് കരുതിക്കൊണ്ട് ആ പരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ആർക്കും ഒരു വിധത്തിലുള്ള ലിമിറ്റേഷൻസും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് വിവാഹപ്രായമായിരിക്കുന്ന ഒരുപാട് സമ്പന്ന യുവതികളുടെ കൂട്ടത്തിൽ ഈ ദാസികുമാരിയും വന്ന് അന്ന് ഹാജരായി. ആ രാജകുമാരൻ എല്ലാവരുടെ മുന്നിൽ പോയിട്ട് തൻ്റെ പരീക്ഷണം പറയുകയാണ്. എല്ലാവർക്കും ഓരോ ചട്ടിയിൽ നട്ടതായിരിക്കുന്ന വിത്ത് കൊടുത്തയച്ചു. പറയുകയാണ്, ഇത് 6 മാസം കഴിഞ്ഞ ശേഷം നിങ്ങൾ വരുമ്പോൾ ഈ ചെടിയിൽ നിന്ന് ഏറ്റവും നല്ല പുഷ്പങ്ങൾ കൊണ്ടുവരുന്നവരാരാണോ അവർ എൻ്റെ റാണിയായിരിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ചെടിച്ചട്ടി, വിത്ത് നട്ട ചട്ടി കയ്യിൽ കിട്ടിയപ്പോൾ ഈ ദാസികുമാരി വിചാരിക്കുകയാണ്, ഇത് പരീക്ഷണമാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ജയിക്കാൻ സാധിക്കും എന്നൊരാശാകിരണം ആ ദാസികുമാരിയുടെ മനസ്സിലും വന്നു. അങ്ങനെ ആ കുട്ടി കൊണ്ടുപോയി അതിനെ നനച്ചു, വളമിട്ടു, മാക്സിമം നോക്കി, വിത്ത് മുളയ്ക്കുന്നില്ല. അവർ പരിചയമുള്ളതായിരിക്കുന്ന കർഷകരടുത്ത് പോയിട്ട് ചോദിച്ചു നോക്കി, എങ്ങനെയാണ് വിത്ത് മുളയ്ക്കാൻ വേണ്ടത്. എല്ലാ പരിചയവും നടത്തി നോക്കി, വിത്ത് മുളയ്ക്കുന്നില്ല. അങ്ങനെ ചെയ്യാവുന്ന എല്ലാ പരിശ്രമം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും രാജകുമാരിയുടെ ആ ദാസികുമാരിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആശ പതുക്കെ പതുക്കെ അസ്തമിക്കാൻ തുടങ്ങി. എൻ്റെ വിത്ത് മുളച്ചിട്ടില്ല, ഒരിക്കലും എൻ്റെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ അവസാനം 6 മാസം കഴിഞ്ഞ ദിവസമായി. പറഞ്ഞ പ്രകാരം എല്ലാ യുവതികളും അവരവരുടെ കയ്യിലുള്ളതായിട്ടുള്ള ആ ഒരു ചെടിച്ചട്ടികളും കൊണ്ട് അവിടെ വന്നു. ഈ ദാസികുമാരി നോക്കുന്ന സമയത്ത് പല രീതിയിലുള്ളതായിരിക്കുന്ന പുഷ്പങ്ങൾ, അതിമനോഹരമായ രീതിയിൽ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന ചെടിച്ചട്ടികളുമായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ആ ദാസികുമാരിയുടെ കയ്യിലെ ചട്ടി മാത്രം വിത്ത് മുളച്ചിട്ട് പോലുമില്ല. അപ്പം മനസ്സിൽ ശപിക്കുകയാണ് സ്വയം. ദാസികുമാരിക്കാണോ രാജകുമാരനെ വിവാഹം കഴിക്കാൻ സാധിക്കുക? ഇനി ഒരിക്കലും ഒരുപക്ഷെ കാണാനാവില്ലല്ലോ എന്ന വിചാരത്തിൽ ഈ ദാസികുമാരി രാജകുമാരൻ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. രാജകുമാരൻ എല്ലാവരുടെ കയ്യിലുള്ളതായിട്ടുള്ള പൂച്ചട്ടികളിലും നോക്കി. പൂത്തൊരഞ്ഞു നിൽക്കുന്ന ചെടികൾ, സുഗന്ധമുള്ള പുഷ്പങ്ങൾ, സുഗന്ധമില്ലാത്ത പൂക്കൾ, പല വെറൈറ്റി ആയിരിക്കുന്ന പൂച്ചെടികൾ, പൂത്ത ചെടിച്ചട്ടികളുമായിട്ട് കുമാരിമാരിങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരെയും നോക്കിക്കഴിഞ്ഞ ശേഷം ഈ ദാസികുമാരിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് രാജകുമാരൻ പറയുകയാണ്, ഇവളെയാണ് ഞാൻ എൻ്റെ വധുവായി സ്വീകരിക്കുന്നത് എന്ന്. എല്ലാവരും സംശയത്തോടെ രാജകുമാരനെ നോക്കി. രാജകുമാരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും തന്നയച്ചതായിരിക്കുന്ന ചെടിച്ചട്ടികളുടെ വിത്ത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, ഒറിജിനൽ വിത്തേ ആയിരുന്നില്ല. വിത്ത് പോലെ ഉണ്ടാക്കിയ ഒരു സാധനം മാത്രമായിരുന്നു.
നിങ്ങൾ 6 മാസം നല്ല എത്ര കാലം വെള്ളമൊഴിച്ച് പരിചരിച്ചാലും അത് മുളയ്ക്കൂല്ലായിരുന്നു, അത് പുഷ്പിക്കൂല്ലായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടി മാത്രമാണ് തൻ്റെ വിത്തിൽ മുളയ്ക്കാതെ കൊണ്ടത്. ഇവളിതിനെ മുളപ്പിച്ചു വളർത്തി, സത്യത്തിൻ്റെ ചെടി ഇതിൽ മുളപ്പിച്ചിരിക്കുന്നു, അതിൻ്റെ പുഷ്പവും സുഗന്ധവും എനിക്ക് കിട്ടുന്നു. ബാക്കി എല്ലാ ചെടികളിലും അസത്യത്തിൻ്റെ പുഷ്പങ്ങളാണ് വിരിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ സത്യം എന്ന യോഗ്യതയാണ് എൻ്റെ റാണിയിൽ കണ്ട ഗുണം. അതുകൊണ്ട് ഇവളെ ഞാൻ എൻ്റെ യോഗ്യവധുവായി തിരഞ്ഞെടുക്കുന്നു എന്ന്. ജീവിതത്തിൽ എല്ലാം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ എന്തൊക്കെ നഷ്ടപ്പെടുമ്പോഴും സത്യത്തിൻ്റെ ശക്തിയെ ജീവിതത്തിൻ്റെ മുറുകെ പിടിച്ചാൽ ജീവിതത്തിൽ നഷ്ടപ്പെട്ട എല്ലാതും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ തകരുന്നു എന്ന് തോന്നുമ്പോൾ, ഇവിടെ തകർച്ച സംഭവിക്കുന്നു എന്ന് തോന്നുമ്പോൾ, ഞാൻ കുറ്റപ്പെടുത്തുമോ എന്ന് തോന്നുമ്പോൾ, എനിക്കിത് നഷ്ടമാകുമോ എന്ന ഭയം ഉണ്ടാകുമ്പോൾ അസത്യത്തിൻ്റെ കൂട്ടുപിടിച്ചാൽ അധികം വൈകാതെ ഒരു ദിവസം സത്യം പുറത്തു വരികയും ചെയ്യും. അന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വീണ്ടും നമ്മൾ മാറ്റപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ സത്യത്തിൻ്റെ ശക്തിയെ കരുത്താക്കിക്കൊണ്ട് സത്യത്തിൻ്റെ പാതയിലൂടെ മുന്നേറിയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാഷ്ട്രപിതാവ് സത്യവും അഹിംസയും 2 മൂല്യങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ആധാരമാക്കി രാഷ്ട്രപിതാവായി. ജീവിതത്തിൽ സത്യവും അഹിംസയും ആധാരമാക്കിയാൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു സുഹൃതവും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് സത്യത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൻ്റെ ആധാരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ സുഖങ്ങളും നിങ്ങളെ തേടിയിരിക്കുന്നതാണ്. ഇന്ന് പരാജയമായേക്കാം, ഇന്ന് ദുഃഖമായിരിക്കാം, നാളെ സുഖവും സന്തോഷവും നമ്മളെ കാത്തിരിക്കുന്നതാണ്. അസത്യത്തിൻ്റെ മറയിൽ ഇന്ന് സുഖവും സന്തോഷവും വാങ്ങാൻ നോക്കിയാൽ നാളെ ദുഃഖവും അശാന്തിയും അഥവാ നമ്മുടെ തോൽവിയും നമ്മളെ കാത്തിരിക്കും. അതുകൊണ്ട് സത്യത്തിൻ്റെ ശക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ മുന്നേറാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.